ഞാൻ ഈ സ്കൂളിൽ പല പ്രാവശ്യം വന്ന് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് എപ്പോഴും സഹകരിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ലീഡേഴ്സിൻ്റെയും മറ്റുള്ളവരുടെയും എല്ലാം അധ്വാനപൂർണമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഫലമായിട്ടാണ് ഇതുപോലെ ഇത്ര മനോഹരമായിട്ട് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇതിൻ്റെ ലീഡേഴ്സിനെ പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഇതിനോട് സഹകരിച്ച നിങ്ങളെ ഓരോരുത്തരെയും പരിഗണിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോഴാണ് വളരാൻ സാധിക്കുക. സ്നേഹം കൊടുക്കുമ്പോഴാണ് സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുക. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് അവർ നമ്മെ സ്നേഹിക്കുക. അപ്പോൾ സൗഹൃദവും പങ്കുവയ്ക്കലും സ്നേഹവുമെല്ലാം നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ഉന്മേഷവും പ്രചോദനവും ശുഭാപ്തി വിശ്വാസവുമെല്ലാം നൽകും. പല തലങ്ങളിലുള്ള ക്ലാസ്മേറ്റ്സ് ഉണ്ടെങ്കിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഉള്ള സഹപാഠികളെയും അധ്യാപകരെയും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ ഏറെ തങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുക. പ്രൈമറി സ്കൂളിലെ അധ്യാപകരും തീർച്ചയായിട്ടും ആദരണീയരാണ്. അവരും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയവരാണ്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നമ്മെ സ്വാധീനിച്ച അധ്യാപകരും നമ്മുടെ സഹപാഠികളുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രചോദനം നൽകുക. ഇതുപോലുള്ള സമ്മേളനങ്ങൾ, ഒത്തുചേരലുകൾ തീർച്ചയായിട്ടും നമുക്ക് പരസ്പരം അറിയാനും പരസ്പരം വിശേഷങ്ങൾ കൈമാറാനും 2.5 പതിറ്റാണ്ടുകൊണ്ടുണ്ടായ വ്യത്യാസം പ്രൊഫഷനിലും ജീവിതത്തിലും ഉണ്ടായ മാറ്റങ്ങളൊക്കെ പരസ്പരം കൈമാറാനുമുള്ള ഷെയർ ചെയ്യാനുള്ള അവസരമാണ്. ഞാൻ 83-85 കാലഘട്ടത്തിൽ ഇവിടെ ബോർഡിങ്ങിലെ വാർഡനായിട്ടും സ്കൂളിലെ അധ്യാപകനായിട്ടും ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ കുറേ വിദ്യാർത്ഥികളെ ഫിസിക്സ് പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കുറേ പേരെ തിരിച്ചറിയാനും സാധിച്ചിട്ടുണ്ട്. വീണ്ടും 90-92 കാലഘട്ടത്തിൽ ഞാനിവിടെ ബോർഡിംഗ് ഡയറക്ടറായിട്ടും ഹൈസ്കൂളിലെ അധ്യാപകനായിട്ടും ഉണ്ടായിരുന്നു. പിന്നീട് 2004 ബഹുമാനപ്പെട്ട കരിവേലി ക്ലച്ചിൻ്റെ പിൻഗാമിയായിട്ട് ഈ സ്കൂളിൽ പ്രിൻസിപ്പലായിട്ട് വരാൻ അവസരമുണ്ടായി. ഓഡിറ്റോറിയവും മറ്റ് കെട്ടിടങ്ങളുമൊക്കെ ഉണ്ടായി. 2002 അൺഎയ്ഡഡ് സെക്ടറിൽ +2 കോഴ്സ് അനുവദിച്ച അവസരത്തിൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഉയർന്നു. 2 ബാച്ച് ബയോളജി മാത്സ് കോമ്പിനേഷനുള്ള 2 ബാച്ച് ഹയർ സെക്കൻഡറി കോഴ്സ് കൂടി ഇവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് നല്ല വിദ്യാഭ്യാസം നൽകാൻ ഈ സ്ഥാപനം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ലോകത്തിൽ എവിടെ ചെന്നാലും നിർമ്മലയിൽ കുട്ടികളെ കാണാൻ സാധിക്കും. ലോകത്തിൽ എല്ലായിടത്തുമുണ്ട് നിർമ്മലയുടെ മക്കൾ. അത് തികച്ചും അഭിമാനകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഈ സ്ഥാപനം നിങ്ങളെ സ്വന്തമായിട്ട് കരുതുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും ഈ സ്ഥാപനത്തിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. ഇന്നത്തെ ഈ ഗ്യാതറിങ്ങിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഇത് ഇൻഫോർമലായിട്ടുള്ളൊരു സെഷനാണ്. ട്രസ്റ്റിൻ്റെ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനവും മറ്റ് ചടങ്ങുകളും അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങുകളുമെല്ലാം ഉച്ചകഴിഞ്ഞ ശേഷമാണ് നടത്തുക. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PJ ജോസഫ് എത്തിച്ചേരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഫൗണ്ടേഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നതാണ്. മറ്റ് കാര്യങ്ങളൊക്കെ ആ അവസരത്തിൽ പരാമർശിക്കുന്നതാണ്. വന്നു ചേർന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കൊച്ചുമക്കളെയും ബഹുമാനപ്പെട്ട അധ്യാപകരെയും എല്ലാം ഈ അവസരത്തിൽ സ്നേഹത്തോടെ അനുസ്മരിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നല്ല ആശംസകൾ ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഈ ഒരു ദിവസം വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. ഞങ്ങൾ കുറച്ചുപേർ 2 വർഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2011 ആരംഭിച്ചൊരു തുടക്കമായിരുന്നു ഇത്. അതിൻ്റെ തുടക്കം എങ്ങനെയെന്ന് ചോദിച്ചാൽ, രാജീവ് നായർ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. രാമകൃഷ്ണൻ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. പിന്നെ രാജീവ് എന്നെ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെയാണ്
ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ തോമസ് എബ്രഹാം വന്നു. അപ്പോൾ നമുക്കൊരു അലുമിനി മീറ്റിംഗ് നടത്തണ്ടേ, 25 വർഷമായില്ലേ നമ്മൾ പാസ്സായിട്ട് എന്ന് ചോദിച്ചപ്പോൾ അതെ നമുക്ക് തുടങ്ങണം എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയതാണ്. പക്ഷെ അത് 35-40 പേരെ നമ്മുടെ കൂട്ടുകാരെ ചേർക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചുള്ളൂ. അതിനുശേഷമാണ് സജീവ്, മനോജും ഷിബുവും സണ്ണിയും ഒക്കെ ഇറങ്ങി പ്രവർത്തിച്ചത്. അവർ വന്ന് സ്കൂളിൽ വന്ന് നമ്മുടെ എല്ലാവരുടെയും അഡ്രസ്സും എടുത്ത് കൂട്ടുകാരുടെ വീടുകളിൽ പോയി അവരെ ക്ഷണിച്ച് ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കമിട്ട് കഴിഞ്ഞ 4-5 മാസമായി, കൃത്യമായിട്ട് പറഞ്ഞാൽ ജനുവരി മുതൽ 8 മാസമായി അവർ ഓടി നടന്നതിൻ്റെ ഫലമാണ് നമ്മുടെ ഈ മീറ്റിംഗ് ഇന്ന്. ഈ അവസരത്തിൽ അവരുടെ ശ്രമങ്ങൾ, ആ ശ്രമത്തിൻ്റെ ഫലമാണ് നമ്മുടെ അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റും. നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് നമുക്കെന്ത് നൽകിയെന്നല്ല, നമുക്ക് ഈ സ്ഥാപനത്തിലേക്ക് നമ്മളാക്കി ഈ സ്ഥാപനത്തിലേക്ക് എന്ത് തിരിച്ചു നൽകാം എന്നുള്ളൊരു ചിന്തയുടെ ഫലമായിട്ടാണ് അച്ഛൻ്റെ പേരിലുള്ള ഈ ട്രസ്റ്റ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന സജി, സണ്ണി തുടങ്ങിയവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിച്ചുകൊള്ളുന്നു. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. വന്നവർക്കെല്ലാം പ്രത്യേകമായ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ചങ്ങാതിക്കൂട്ടങ്ങൾക്കും, ഈ ചങ്ങാതിക്കൂട്ടങ്ങളെ വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യസിച്ച എല്ലാ ഗുരുക്കന്മാർക്കും തലങ്ങൾ 87ലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം 87 ബാച്ചിലുള്ള നമ്മുടെ ചങ്ങാതിക്കൂട്ടങ്ങൾ കയറി സന്തോഷിക്കാനുള്ള വിദ്യാലയത്തിൻ്റെ കളിമറ്റത്ത് ഓടിക്കളിച്ച പല ചങ്ങാതിക്കൂട്ടങ്ങൾ ഒരുമിച്ച് 26 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കുന്നു. ഈ 26 വർഷത്തിനിടയിൽ ആദ്യമായി കാണുന്നവരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഏറെ സന്തോഷം. ഇത് സംഘടിപ്പിച്ചതിൻ്റെ എല്ലാ സംഘാടക പ്രവർത്തകർക്കും ഒത്തിരി ആശംസകൾ നേരുകയാണ്. സാധാരണ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ കലാകാരന്മാർ ചെന്ന് കഴിയുമ്പോൾ വളരെ കുറച്ചുള്ള സ്റ്റുഡൻസ് മാത്രമേ എത്താൻ ചാൻസ് ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാസം അന്ന് പഠിച്ചിരുന്ന മിക്ക വിദ്യാർത്ഥികളും അവരുടെ കുടുംബസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രത്യേകമായി നേരുന്നു. അപ്പോൾ ഇനി നമ്മുടെ പ്രോഗ്രാം തുടരുന്നു. പാട്ടുണ്ട്, അല്പം ഗെയിമും അല്പം തമാശയൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം തുടരുന്നത്. അതിനിടയിൽ തന്നെ പരസ്പരം പരിചയപ്പെടാനുള്ള ഒരു അവസരം, ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ നമ്മുടെ വേദിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമായി കാണുന്നവർ, നമ്മൾ ചങ്ങാതിക്കൂട്ടങ്ങൾ പരസ്പരം പരിചയമുണ്ടെങ്കിലും അവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലും കൊച്ചു കൂട്ടുകാർ തമ്മിലും അല്പം ഒരു ഗ്യാപ്പ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഗ്യാപ്പെല്ലാം വിട്ടുകൊണ്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ 26 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന ആ കൊച്ചു കൂട്ടുകാരെ പോലെ എല്ലാവരും വന്ന് ഫ്രീ ആവണം. ടെമ്പറെല്ലാം യൂസ് ചെയ്ത് ഒരു ചാടയുമില്ലാതെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം. അതുപോലെ തന്നെ നല്ലൊരു കയ്യടി നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നു. കയ്യടി കൂടി തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാത്തിനും നല്ലൊരു ഉഷാർ, ഒരു എനർജി എന്ന് പറയുന്നത് കയ്യടിയാണ്. അപ്പോൾ നല്ലൊരു കയ്യടി, ഉഷാറായിട്ടുള്ള കയ്യടിച്ചേ. താങ്ക് യു. അപ്പോൾ ഏതായാലും ഇന്ന് ഇത്തരത്തിലൊരു കൂട്ടായ്മയ്ക്ക് അവസരമൊരുക്കിയ സർവീസിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഡിവോഷണൽ ഗാനത്തോടെ നമ്മുടെ അടുത്ത സെക്ഷൻ ആരംഭിക്കുകയാണ്. ഈ ഗാനത്തിന് വേദിയിൽ ശബ്ദം പകരുന്നത് നിരവധി മെഗാ ഇവന്റുകളിലൂടെയും വിദേശ രാജ്യ പ്രോഗ്രാമുകളിലൂടെയും ഒക്കെ ശ്രദ്ധേയനായ ഗായകൻ, ഒപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ്മേറ്റ് അജിത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തോടൊപ്പം അമേരിക്കയിലായിരുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ പ്രകാശ് ബാബു. പറഞ്ഞ സമയങ്ങളെങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ഡിവോഷണൽ സോങ്. Ah
രക്ഷിക്കുന്ന സ്നേഹമോർത്താ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ സ്വന്തമായൊന്നുമില്ല സർവ്വതും നിന്ദാനം സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെങ്കിലും ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കുട്ടികളിലൂടെ ആയിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം കൊച്ചുകുട്ടികൾ എന്ന് പറയുന്നത് നിഷ്കളങ്കമായ മുഖഭാവവും നിഷ്കളങ്കമായ ഹൃദയം സൂക്ഷിക്കുന്നവരെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നമ്മൾ കൊച്ചുകുട്ടികളിലൂടെ തന്നെ തുടങ്ങുകയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ കൊച്ചുകൂട്ടുകാരെയും, ആദ്യം വരുന്ന 10 കൊച്ചുകൂട്ടുകാരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് മറ്റുള്ളവർ കൂടി ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൊച്ചുകൂട്ടുകാരെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. പരസ്പരം പരിചയപ്പെട്ടോ? ഓക്കെ, നല്ല കാര്യം. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ പരസ്പരം പരിചയപ്പെടാനെല്ലാം സമയം കണ്ടെത്തണം. ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ ഒത്തിരി സ്ഥലമുണ്ട്, ഇങ്ങോട്ട് വന്നു. അവർ 3 പേര്. ഓക്കെ, ഇങ്ങോട്ട് വന്നു. നമ്മുടെ ഗ്രൂപ്പിൽ 1 to 10 ഇംഗ്ലീഷിലും മലയാളത്തിലും എണ്ണാൻ എല്ലാവർക്കും അറിയാമല്ലോ. 1 to 10 ഇംഗ്ലീഷിലും മലയാളത്തിലും. ഒന്ന് മലയാളത്തിൽ എണ്ണിക്കേ, 1 തൊട്ട് 10 വരെ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇംഗ്ലീഷിൽ ഒന്ന് എണ്ണിക്കേ. 3 4 ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എണ്ണ അറിയാം. അങ്ങൾ പറയുന്നത് ഞാനൊരു നമ്പർ പറഞ്ഞാൽ അടുത്ത നമ്പർ ഇംഗ്ലീഷിൽ ഒരു നമ്പർ പറഞ്ഞാൽ അടുത്ത നമ്പർ മലയാളത്തിൽ പറയണം. മലയാളത്തിൽ ഒരു നമ്പർ പറഞ്ഞാൽ അടുത്ത നമ്പർ ഇംഗ്ലീഷിൽ. മിക്സഡ് കൗണ്ടിങ്. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 3 പറഞ്ഞാൽ എത്ര പറയും? 3 പറഞ്ഞാലോ?
3 കറക്റ്റ്. ഇതാണ് നമ്മുടെ ഗെയിം. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ചോദിക്കും. കുറച്ച് ഇങ്ങോട്ട് ചേർന്ന് നിന്നോളൂ. ഓക്കെ, കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? 6 2 2 പറഞ്ഞ 3 ആണോ പറയേണ്ടത്? 3 പറയണം. 1 3 ശ്രദ്ധിക്കണം. ഇനി ചാൻസ് ഇല്ല. അങ്കിൾ ഇംഗ്ലീഷിൽ ഒരു നമ്പർ പറഞ്ഞാൽ അടുത്ത നമ്പർ മലയാളത്തിലും, മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിലും. 7 2 ഓക്കെ. അപ്പൊ ഇനി എക്സ്ക്യൂസ് ഇല്ല. ഔട്ടാണെങ്കിൽ ഔട്ടാണ്. റെഡി? ഓക്കെ, ഒരു കയ്യടി കൊടുത്തൊന്ന് പ്രോത്സാഹിപ്പിച്ചവര് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, റെഡി? 1 2 3 9 10 1 2 ഇതിനാണോ കുറെ നേരം ആലോചിച്ചിരുന്നത്? 3 2 ഓഹോ, അടിച്ച പൊട്ടുന്നില്ല. 6 2 ഓക്കെ. ഇനി ലാസ്റ്റ് ആയിട്ട് പറയുന്നു, ഇനി ഔട്ടാണെങ്കിൽ ഔട്ടാണ്. മോൾ ഇങ്ങോട്ട് പറയും. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ റേഞ്ച് കട്ടായി പോകുന്നുണ്ട്. ഇങ്ങോട്ട് പറയും. ഓക്കെ, റെഡി ആണല്ലോ? 7 8 2 3 6 6 ഔട്ട് ഔട്ട്. അപ്പൊ ആദ്യത്തെ ആൾ ഔട്ടായിട്ടുണ്ട്. ഒരു കയ്യടി കൊടുത്ത് നമുക്കൊന്ന് പറഞ്ഞു വിടാം. 3 3 4 ഇനി ചാൻസ് ഇല്ല. ഓക്കെ, 6 2 2 സമയം എടുക്കരുത്, പെട്ടെന്ന് വേണം. 2 6 2 2 1 2 ഓക്കെ. അടുത്ത ആൾ ഔട്ടായിട്ടുണ്ട്. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിടാം. കുറച്ച് ചേർന്ന് നിന്നോളൂ. ഇങ്ങോട്ട് വരെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കാം. ഓക്കെ, 3 ഔട്ട്. പറയണ്ട, ഔട്ടാണ്. 1 2 സമയം എടുത്താൽ ഔട്ടാണ്. ഔട്ട്. 2 3 6 2 4 5 ഔട്ട്. ഒരാൾ കൂടി ഔട്ടായിട്ടുണ്ട്. കുറച്ച് ചേർന്ന് നിന്നോളൂ. 1 അങ്കിൾ 1 പറഞ്ഞാൽ മോൻ എത്ര പറയും? വെരി നല്ലൊരു കയ്യടി കൊടുത്തേ. 6 3 2 1 2 അപ്പൊ ഒരാൾ കൂടി ഔട്ടായിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി ഫാസ്റ്റ് ആവാം. അടുത്ത് നിന്നോളൂ. 4 6 2 3 4 ഔട്ട്. ഫൈനൽ റൗണ്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. 3 ഒരു ചാൻസ് കൊടുക്കണോ? നിങ്ങൾ പറയും, ഒരു ചാൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് ശരിക്കുണ്ട്. ഒരു ചാൻസ് ഒരു മോന് കിട്ടിയിട്ടുണ്ട്. ശരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, 7 2 ഓക്കെ, ഔട്ട്. ചേർന്ന് നിന്നോളൂ. 4 1 2 ഔട്ട്. 6 2 വെരി ഗുഡ്. 1 2 ഓക്കെ. അപ്പോൾ നമ്മുടെ ഫൈനൽ റൗണ്ടിൽ ഇവർ 4 പേരാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ മോളുടെ പേര്? അഞ്ജലി, പ്രണവ്. ഓക്കെ, മോന്റെ പേരെന്താ? ഓക്കെ, അപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് സമയം എടുക്കരുത്. പെട്ടെന്ന് പറയണം. ഓക്കെ, റെഡി? 6 2 6 ഔട്ട്. നന്നായിട്ട് പെർഫോം ചെയ്തു. ഔട്ടായി. ഒരു കയ്യടി കൊടുത്ത്. 1 2 3 4 ഓക്കെ. അപ്പൊ 3 പേരാണ് ശരിക്കും മത്സരിക്കുന്നത്. ഇനി ഗ്യാപ്പില്ല.
ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ 6 2 4 ഔട്ട്. അപ്പോൾ ഒരു മെഡിക്കൽ കൂടി ഔട്ടായിട്ടുണ്ട്. ഒന്ന് കൈയടിക്കാം. ഓക്കെ, ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുള്ള 2 പേർക്കും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് കിടക്കാം അല്ലേ? ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ 7 2. ഏതായാലും ഈ പ്രാവശ്യം നമ്മുടെ കൊച്ചു മെഡിക്കൽ ഔട്ടായിട്ടുണ്ട്. എങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. വിൻ ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മുടെ ഈ കൊച്ചു മെഡിക്കയാണ്. നമ്മുടെ ഈ മെഡിക്കലും ഒരു സമ്മാനമുണ്ട്. ഒന്ന് കൈയടിച്ചേ നമ്മുടെ കൊച്ചു മെഡിക്കൽ. ഓക്കെ, ഇത്രയും നേരം സാന്നിധ്യം കൊണ്ട് ഇവിടെ സമ്പന്നമാക്കിയ നമ്മുടെ ആ കൂട്ടുകാരനും ഒരു സമ്മാനം. ഓക്കെ, 10 പേരെ വീതം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. കുടുംബാംഗങ്ങളും വേണം. ഇത്ര കുടുംബാംഗങ്ങളെ വിളിക്കാം. എബിക ഇമ്മാനുവലിന്റെ ഫാമിലി അവിടെ ഇരിക്കുന്നുണ്ട്. കയറി വരാം. ഹലോ, എൻ്റെ പേര് എബി എബ്രഹാം. സത്യത്തിൽ വൈഫ് മിസ് എബി. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഏതായാലും ഇപ്പം എനിക്കിവിടെ നിന്ന് ഞാൻ പലരോട് ചോദിച്ച് മനസ്സിലാക്കുകയത് എനിക്ക് എന്നെ സഹായിച്ചവർക്ക് ഞാൻ വളരെ നന്ദി പറയുമ്പോൾ നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ സാധിച്ചത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ കൂട്ടുകയാണ്. ഹലോ, എല്ലാവരും ഒന്ന് നിശബ്ദമായിട്ട് ഇരുന്ന് സഹകരിക്കാം. ഞാൻ എബി തോമസ് പുഞ്ചക്കര, ഇവിടെ മൂവാറ്റുപുഴയിൽ താമസിക്കുന്നു. ബേസിക്കലി ഒരു ക്രോണിക് ബാച്ചലറാണ്. ഒരു ഇൻഡെഫിനിറ്റ് പെർമനന്റ് റെസിഡന്റ് ഓഫ് ന്യൂസിലൻഡാണ്. ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. പേരൻസ് ഇവിടെ തന്നെയാണ്. ദാറ്റ്സ് ഓൾ. എൻ്റെ പേര് ഏലിയാസ് സി ഉലകണ്ണൻ.